സീതി സാഹിബിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി കോഴിക്കോട് ലീഗ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ലീഗിന്റെ കൊടി പിടിക്കാൻ ഒരൊറ്റ മനുഷ്യനുമില്ല, ആര് ലീഗിന് നെടുനായകത്വം വഹിക്കും? ആ സമയത്താണ് മാളിയക്കൽ കാതിരിക്കോയ ഹാജി എന്ന് പറയുന്ന ഒരു പൗരപ്രമാണി ഒരു മനുഷ്യൻ വരുന്നത്. ലീഗിനെ കൊടി പിടിച്ചു. എതിരിടാൻ വരുന്നവരെ കാതിരിക്കോയ എതിരിടുമെന്ന പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന മറ്റൊരു മനുഷ്യരുണ്ട്, ചാവക്കാട് എന്ന് പറഞ്ഞ ഒരു ഹൈദറോസ് വക്കീൽ. ഈ വക്കീലിന്റെ പ്രത്യേകത, മുസ്ലിം ലീഗ് ഫറൂഖ് കോളേജ് ഉണ്ടാക്കുമ്പോൾ എഴുതി വെക്കാൻ കുറച്ച് സമ്പത്ത് വേണമായിരുന്നു, കുറച്ച് അസറ്റ് വേണമായിരുന്നു. എഴുതി വെക്കാൻ ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ സമ്പത്തെല്ലാം കൊടുത്തു. പിന്നെ കൊടുത്തത് ചാവക്കാട്ട് ഹൈദറോസ് വക്കീലാണ്. തനിക്കുണ്ടായിരുന്ന വീടും പറമ്പും പണയപ്പെടുത്തി ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത മനുഷ്യനാണ് ചാവക്കാട്ട് ഹൈദറോസ് വക്കീൽ. ഈ രണ്ട് പേര് കോഴിക്കോട് ലീഗിനെ കൊടി പിടിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ലീഗ് എങ്ങനെ വളർന്നത്? ത്യാഗങ്ങളിൽ നിന്നാണ്, ഇല്ലായ്മയിൽ നിന്നാണ്. കൊടി പിടിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് ആ കൊടി നെഞ്ചേറ്റാൻ കോഴിക്കോട്ടങ്ങാടിയിൽ 2 പേർ. ആ 2-ൽ നിന്ന് നമ്മൾ വളർന്നു, ലീഗ് വളർന്നു. ആ 2-ൽ നിന്ന് വളർന്ന ശക്തി കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് അധികാര സ്ഥാനങ്ങളിൽ എത്തില്ല എന്ന് പരിഹസിച്ച് നടന്ന ലോകർക്ക് മുന്നിലൂടെ ഒരു തൊപ്പി വെച്ച് CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം പറഞ്ഞു. ഈ പച്ചക്കൊടി പിടിച്ചു CH, ഈ രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റി ആദർശം പറഞ്ഞു. മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് പരിഹസിച്ച ജനങ്ങൾക്കിടയിലൂടെ CH കേരളത്തിന്റെ നിയമസഭയിലേക്ക് തല ഉയർത്തിപ്പോയി. അതിന് കരുത്തു കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എങ്ങനെ? ഇല്ലായ്മയിൽ നിന്ന് വന്ന മുസ്ലിം ലീഗ്, കാതിരിക്കോയ ഹാജിയുടെയും ചാവക്കാട്ട് ഹൈദറോസ് വക്കീലിന്റെയും സമർപ്പണ സന്നദ്ധതയുടെ പേരിൽ വളർന്നു വന്ന മുസ്ലിം ലീഗ്, ഇല്ലായ്മയിൽ നിന്ന് തന്നെയാണ് ലീഗ് ഉണ്ടായത്.